അച്ഛനെ ഇത് നോക്കി, നിന്റെ പഴയ കെട്ടിയുള്ളേ വരുന്നു. പൊന്നോടാ എന്തൊരു മാറ്റമാടാ. ഇത് അവള് തന്നെയാണോടാ? എടാ ഇത് അവള് തന്നെയാട്ടോ. മുമ്പ് എങ്ങനെ ഇരുന്നവളാ, ഇപ്പൊ വന്ന മാറ്റം കണ്ടോ? മാറണമല്ലോ. നിന്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ തന്നെ അവളെ രക്ഷപ്പെട്ടിടേ. ഞാനെങ്ങോ ഇന്ന് മുട്ടി നോക്കട്ടെ. ചെല്ല് 5-6 വർഷമല്ലേ കണ്ടിട്ട്. നീ പണ്ട് കൊടുത്ത് ഇടിയേക്കാളും മറന്നിട്ടുണ്ടെങ്കിലേ എല്ലാം സെറ്റാ. എടാ ഇടിയൊക്കെ സഹിക്കാം, ഈ പണം വേറെ പെണ്ണുങ്ങളുമായല്ലേ വീട്ടിൽ കയറി പോയിക്കൊണ്ടിരുന്നത്. അവള് മടുത്തിട്ട് കളഞ്ഞിട്ട് പോയതാ. എന്നതായാലും ഒന്ന് മുട്ടി നോക്കാം. വലിയ കിഴഫുകാരിയല്ലേ, കുറച്ച് കാശടിക്കാൻ പറ്റുമോ നോക്കട്ടെ. എടി, നീ എനിക്ക് മാപ്പ് തരണം. അന്നത്തെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് സംഭവിച്ചു. കഴിഞ്ഞതൊക്കെ നീ മറക്ക്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാം. വീണ്ടും നമുക്ക് പഴയ പോലെ ഒന്ന് ജീവിച്ചൂടെ? നിങ്ങൾ ഈ പറയുന്ന ആത്മാർത്ഥമായിട്ടാണോ? എനിക്ക് നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കുറേ അനുഭവിച്ചതല്ലേ. ഉറപ്പല്ലേ? പഴയതിനേക്കാൾ ആത്മാർത്ഥമായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കും. നീ എനിക്ക് വെളിയിലൊരു വിസ ശരിയാക്കി തന്നാൽ നമുക്ക് 2 പേർക്ക് അവിടെ പോയി സെറ്റാവും. ബാക്കിയുള്ള കാലം നമുക്ക് അവിടെ സന്തോഷമായിട്ട് നമുക്ക് 2 പേർക്കും അവിടെ കഴിയാം. ആഹാ, അപ്പൊ ഗൾഫിൽ പോകാനായിരുന്നോ എന്നെ കണ്ടപ്പോൾ വീണ്ടും വന്നത്? അങ്ങനൊന്നുമല്ല, അത് നീ എന്നെ തെറ്റിദ്ധരിച്ചു. എന്നാൽ പിന്നെ ഞാൻ നാളെ മുതൽ ഇവിടെ ജോലിക്ക് പോകോളാം. നീ ഒരു 2-3 മാസം കൂടുമ്പം അവിടെ നിന്ന് ലീവിന് വന്നാൽ മതി. എന്നാൽ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സത്യമാണോ ഈ പറയുന്നേ? ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാവോ? വിശ്വസിക്കാം, ഉറപ്പായിട്ടും വിശ്വസിക്കാം. ഞാൻ ഇതെന്നെ മനസ്സിൽ തൊട്ട് പറയുന്ന. എന്നാൽ ഞാനിനി തിരിച്ചു പോകുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാം. അതിനെന്തിനാ ഇപ്പം തിരിച്ചു പോകാതിരിക്കുന്നത്? ഇത്രയും നല്ല ശമ്പളമുള്ള ജോലി ആരെങ്കിലും വേണ്ടെന്ന് നോക്കൂ. അതിന് ഞാൻ വേണ്ടെന്ന് വെക്കുന്നതല്ല. പിന്നെ എനിക്കിനി അവിടെ ജോലി ചെയ്യാനൊന്നും പറ്റില്ലെന്നേ. പതിവായിട്ട് വന്നുകൊണ്ടിരുന്ന തലവേദന, അതെന്താണെന്നറിയാൻ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാനൊരു ഫൈനൽ സ്റ്റേജിലെത്തി നിൽക്കുന്ന ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇതറിഞ്ഞ മാനേജർ ഇനിയുള്ള കാലം നാട്ടിൽ പോയി വീട്ടുകാരുടെ കൂടെ ജീവിക്കാനാണ് പറയുന്നത്. ഞാൻ ആകെ ടെൻഷൻ അടിച്ചാൽ വന്നേ. വീട്ടുകാർക്ക് ഞാനൊരു ഭാരമാവുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം എനിക്ക് സന്തോഷമായി, നിങ്ങളുണ്ടല്ലോ. എന്നാ വാ, നമുക്കിപ്പോൾ തന്നെ പോവാം. നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലല്ലോ. അല്ല, നീ ഇപ്പോൾ വരണ്ട. ഞാൻ ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസം. കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു വീട് കണ്ടുപിടിച്ചിട്ട് ഞാൻ തന്നെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോക്കോളാം. വാടക വീടാണേലും കുഴപ്പമൊന്നുമില്ല. നിൽക്കന്നെ, വീട് എവിടാന്ന് പറ. അതൊക്കെ പിന്നെ പറയാം. എന്നാ ഫോൺ നമ്പർ എങ്കിലും തന്നിട്ട് പോന്നേ. വേണ്ട, ഞാൻ നേരിട്ട് വന്ന് കണ്ടോളാം. ആ ഹലോ, എന്തേ കുഞ്ഞെന്തേ? ഞാൻ നമ്മുടെ പഴയ പാർട്ടിയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വൻ കോമഡി ആയിരുന്നു, ഒന്നും പറയണ്ട.